എല്ലാവർക്കും നമസ്കാരം. കെ-സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. കെ-സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിൽ എങ്ങനെയാണ് സാലറി പേയ്മെന്റ് പ്രോസസ് ചെയ്യുക, അതുപോലെ തന്നെ റിക്കവറി പേയ്മെന്റ് പ്രോസസ് എങ്ങനെയാണ് നടത്തുക എന്നീ കാര്യങ്ങളെ കുറിച്ച് വിശദമായി വിശദീകരിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കെ-സ്മാർട്ട് ഫിനാൻസ് മൊഡ്യൂളിൽ മന്ത്ലി സാലറി പ്രിപ്പറേഷൻ പ്രോസസ് അതുപോലെ തന്നെ റിക്കവറി പേയ്മെന്റ് പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം എങ്ങനെയാണ് മന്ത്ലി സാലറി പ്രോസസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ശേഷം റിക്കവറി പേയ്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കാം. മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്ന പ്രോസസ് കെ-സ്മാർട്ടിൽ ചെയ്യുന്നതിന് വേണ്ടി, അതായത് മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്ന സർവീസ് ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ, ഓതറൈസർ എന്നീ റോളുകൾ മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സാധാരണ പേയ്മെന്റ് പ്രോസസ് ചെയ്യുന്നത് പോലുള്ള ക്ലെയിം ജനറേറ്റ് ചെയ്ത് പേയ്മെന്റ് ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന പ്രോസസ് അല്ല മന്ത്ലി സാലറി പ്രിപ്പറേഷൻ. നേരിട്ട് പേയ്മെന്റ് ഓർഡർ ജനറേഷനിലേക്കാണ് പോകുന്നത്. പേയ്മെന്റ് ഓർഡർ ജനറേഷൻ പ്രോസസ് കഴിഞ്ഞാൽ പേയ്മെന്റ് പ്രോസസ് ആണ്. ഇവിടെ OVA എന്ന് കൊടുത്തത്, ഈ V എന്ന് പറയുന്നത് വെരിഫയർ ഓപ്ഷണൽ ആണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റർ, അപ്രൂവർ മാത്രമാണ് പേയ്മെന്റ് പ്രോസസ് ഉള്ളത്. ഇനി വെരിഫയറെ ചേർക്കണമെങ്കിൽ ചേർക്കുന്നതിനും തടസ്സമില്ല. അപ്പോൾ നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഫയൽ അറൈസ് ചെയ്യുന്നു, വെരിഫയർ വെരിഫൈ ചെയ്യുന്നു, അപ്രൂവർ അപ്രൂവ് ചെയ്യുന്നു, ഓതറൈസർ ഓതറൈസ് ചെയ്യുന്നു, പേയ്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കുന്നു. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് ഒരു ഫയൽ വേണം, അല്ലെ? സാലറിയുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ വേണം. അതിന്റെ പേര് മന്ത്ലി സാലറി പ്രിപ്പറേഷൻ. നമുക്ക് ആ ഫയൽ ഒന്ന് അറൈസ് ചെയ്ത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന്റെ ലോഗിനിൽ പ്രവേശിക്കുന്നു. അദ്ദേഹം സർവീസസ് എന്ന മെനുവിൽ നിന്നും ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും ഫയൽ എന്ന കാർഡ് വഴി അറൈസിംഗ് ഫയൽ എന്ന ഓപ്ഷൻ വഴി മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്ന സർവീസ് അറൈസ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുക. ഫയൽ മാപ്പ് ചെയ്ത വ്യക്തിയുടെ ലോഗിനിലോട്ട് ഫയൽ വരുന്നതായി കാണാൻ കഴിയും. നിങ്ങൾക്കറിയാം, ആർക്ക് വേണമെങ്കിലും ഫയൽ അറൈസ് ചെയ്യാം. സർവീസ് മാപ്പ് ചെയ്ത വ്യക്തിയുടെ ലോഗിനിൽ ഫയൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ജനറൽ ഫീച്ചർ മെനുവിൽ നിന്നും ഫിനാൻസ് എന്ന ടാബിൽ നിന്നും സാലറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്പാർക്ക് വഴി സാലറി ബില്ല് എടുക്കുന്ന സമയത്ത് ഇവിടെ സ്പാർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. അല്ല, സ്ഥാപന വഴിയാണ് സാലറി എടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയം വഴിയാണ് സ്ഥാപനം എടുക്കുന്നതെങ്കിൽ അതർ എന്ന പ്രോസസ്സ് സെലക്ട് ചെയ്യുന്നു. ആവശ്യമായ ബഡ്ജറ്റ് ഗ്രൂപ്പ്, ബഡ്ജറ്റ് സബ് ഗ്രൂപ്പ് എന്നിവ സെലക്ട് ചെയ്യുന്നു. ബഡ്ജറ്ററി നെയിം സെലക്ട് ചെയ്യുന്നു. ക്ലെയിം എമൗണ്ട് രേഖപ്പെടുത്തുന്നു. അതായത് റിക്കവറി കൂടിയ തുക, മുഴുവൻ തുകയാണ് ഇവിടെ ക്ലെയിം എമൗണ്ട് ആയി രേഖപ്പെടുത്തേണ്ടത്. ഞാൻ ഇവിടെ 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. മന്ത് സെലക്ട് ചെയ്യുന്നു. റിക്കവറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ രേഖപ്പെടുത്താവുന്നതാണ്. റിക്കവറി ചെക്ക് ബോക്സ് ടിക്ക് ഇടുന്നു. റിക്കവറി രേഖപ്പെടുത്തുന്നു. എംപ്ലോയി ഷെയർ റിക്കവറി രേഖപ്പെടുത്തുന്ന കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റിക്കവറിയായി എംപ്ലോയി ഷെയർ പിടിച്ചാൽ എംപ്ലോയർ ഒരു ഷെയർ അടയ്ക്കണം. നമുക്ക് എംപ്ലോയി ഷെയർ മാത്രം ഈ സ്ക്രീനിൽ കാണിച്ചാൽ മതിയാകും. എംപ്ലോയർ ഷെയർ ഓട്ടോമാറ്റിക്കായി റിക്കവറി ചെയ്യുന്ന സ്ക്രീനിൽ വരും. റിക്കവറീസ് പേയബിൾ എംപ്ലോയി ഷെയർ 3000 രൂപ ഞാൻ കാണിച്ചു, ആഡ് ചെയ്തു. ഇത്തരത്തിൽ നമുക്കുള്ള എല്ലാ റിക്കവറിയും ഇവിടെ ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. പെൻഷൻ കോൺട്രിബ്യൂഷൻ നേരിട്ട് അടയ്ക്കുന്നതിനാൽ, ഒരു റിക്കവറി അല്ലാത്തതിനാൽ അത് സെപ്പറേറ്റ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അടുത്തതായി പേ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്ന സ്ക്രീനിൽ എത്തി. സാധാരണയായിട്ട് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യുന്ന രീതിയാണ് കാണാറുള്ളത് നോർമൽ പേയ്മെന്റ്സിലൊക്കെ. സാലറി പ്രോസസ് ചെയ്യുന്നതിന് എക്സലിൽ ബെനിഫിഷ്യറിയെ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് എക്സലിന്റെ ഫോർമാറ്റ്. സീരിയൽ നമ്പർ, എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, പെൻ നമ്പർ, മൊബൈൽ നമ്പർ, ബാങ്കിന്റെ പേര്, IFSC, അക്കൗണ്ട് നമ്പർ, എമൗണ്ട്. ഇവിടെ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് ആണ്.
അതായത് റിക്കവറി കഴിഞ്ഞുള്ള തുകയാണ് ഇവിടെ ഓരോ എംപ്ലോയിയുടെ നേരെയും കൊടുക്കേണ്ടത്. ഈ എക്സലിൽ 2 പേരുടെ സാലറി വിവരങ്ങളാണ് നമ്മൾ കയറ്റുന്നത്. 55,000 രൂപ ഒരു വ്യക്തിയുടെ, 40,000 രൂപ ഒരു വ്യക്തിയുടെ. ഓക്കെ, അപ്പോൾ 1,00,000 രൂപയാണ് നമ്മൾ ക്ലെയിം അടിച്ചത്. 95,000 രൂപ ടോട്ടൽ സാലറി വരുന്നുണ്ട്. 5,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? റിക്കവറി പിടിച്ചു. നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, നോക്കൂ, ബെനിഫിഷ്യറി വിവരങ്ങൾ എക്സലിൽ നൽകിയത് അപ്ലോഡായി വന്നത് കാണാം. ടോട്ടൽ 95,000 രൂപയുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്ത ക്ലെയിം എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അതിൽ റിക്കവറി ഒരു NPSന്റെ ഷെയർ 3,000 രൂപ, അതായത് എംപ്ലോയി ഷെയർ 3,000 പിടിച്ചു. പ്രൊവിഡന്റ് ഫണ്ടിന് 2,000 രൂപ പിടിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് പോകേണ്ടത് നേരത്തെ കണ്ട ഫ്ലോ. ഓപ്പറേറ്റർ ചെയ്തു, ഇനി വെരിഫയർ വെരിഫൈ ചെയ്യണം, അപ്രൂവർ അപ്രൂവ് ചെയ്യണം, ഓതറൈസർ ഓതറൈസ് ചെയ്യണം. അതോടുകൂടി ഈ ഒരു പേയ്മെന്റ് ഓർഡർ പ്രോസസ്സ് കഴിയും. അപ്പൊ നമുക്കിത് വെരിഫിക്കേഷന് വേണ്ടി അയക്കാം. വെരിഫയറുടെ ലോഗിനിൽ ഫയൽ എത്തിയിട്ടുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ആവശ്യമായ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഫിനാൻസിന്റെ സ്ക്രീനിലോട്ട് പോകുന്നു. അതർ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. അവിടെ സാലറിയുമായി ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്ത പേയ്മെന്റ് ഓർഡർ വിവരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ റിക്കവറി കൊടുത്തതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. വെരിഫയർ വെരിഫൈ ചെയ്യുന്നു. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. വെരിഫിക്കേഷന് ശേഷം ഫയൽ അപ്രൂവലിനായി അയക്കുന്നു. അപ്രൂവലിനായിട്ട് ഫയൽ അപ്രൂവറുടെ ലോഗിനിൽ എത്തിയിട്ടുണ്ട്. ഫയൽ പരിശോധിച്ച ശേഷം ഫിനാൻസ് മൊഡ്യൂളിൽ കയറുന്നു. അതർ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ അപ്രൂവ് ചെയ്യുന്നു. അടുത്തതായി ഫയൽ ഓതറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓതറൈസ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ഓതറൈസറുടെ ലോഗിനിലോട്ട്, അതായത് പ്രസിഡന്റിന്റെയോ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്, അതായത് ചെയർമാന്റെയോ ലോഗിനിലോട്ട് അയക്കുന്നു. ഓതറൈസറുടെ ലോഗിനിൽ മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്നുള്ള ഫയൽ വന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നും ഫിനാൻസ് മൊഡ്യൂളിൽ പോകുന്നു. അതർ സെലക്ട് ചെയ്യുന്നു. ഫയൽ ഓതറൈസ് ചെയ്യുന്നു. ഇനി ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നിന്നും നേരെ പോകുന്നത് പേയ്മെന്റ് ജനറേഷൻ എന്ന സർവീസ് ആർക്കാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ ലോഗിനിലോട്ടായിരിക്കും. നോർമലി അക്കൗണ്ടന്റിന്റെ ലോഗിനിലായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അക്കൗണ്ടന്റിന്റെ ലോഗിനിൽ ഫയൽ പേയ്മെന്റ് ചെയ്യുന്നതിനായി വന്നിട്ടുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ജനറൽ ഫീച്ചേഴ്സ് എന്ന മെനുവിൽ നിന്നും ഫിനാൻസ് എന്ന മെനുവിൽ നിന്നും പേയ്മെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. മോഡ് ഓഫ് പേയ്മെന്റ് സെലക്ട് ചെയ്യുന്നു. ക്യാഷ് ആണോ, ചെക്ക് ആണോ, ഓൺലൈൻ പേയ്മെന്റ് ആണോ, ഏതാന്ന് വെച്ചാൽ കൃത്യമായി സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി ഉപയോഗിച്ച ചെക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുന്നു. അവിടെ ചെക്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നു. അല്ല പുതിയ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതും ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പുതിയ ചെക്ക് വന്നോളും. ചെക്ക് ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക് വരുന്നു. സേവ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയുടെ കേസിൽ ഇവിടെ പേയ്മെന്റ് കഴിഞ്ഞാൽ വെരിഫയർ വെരിഫൈ ചെയ്യണം, അപ്രൂവർ അപ്രൂവ് ചെയ്യണം. പഞ്ചായത്തിന്റെ കേസിൽ വെരിഫയർ ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യുക. എല്ലാ പേയ്മെന്റ് ജനറേഷൻ എന്ന സർവീസ് അപ്രൂവർക്ക് മാത്രമാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് ഓപ്പറേറ്ററും അപ്രൂവർക്കും മാത്രമാണ് മാപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ നേരെ അപ്രൂവ് ചെയ്താൽ മതിയാവും. വെരിഫിക്കേഷനായി വെരിഫയറുടെ ലോഗിനിൽ ഫയൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത ശേഷം ഫയൽ വെരിഫൈ ചെയ്യുന്നു. അപ്രൂവലിനായി അപ്രൂവർക്ക് അയക്കുന്നു. അപ്രൂവറുടെ ലോഗിനിൽ ഫയൽ എത്തിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത ശേഷം ഫിനാൻസ് മൊഡ്യൂളിൽ കയറുന്നു. പേയ്മെന്റ് അപ്രൂവ് ചെയ്യുന്നു. ഇതോടുകൂടി നമ്മുടെ സാലറി പേയ്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സാലറി പേയ്മെന്റ് പ്രോസസ്സിന് ക്ലെയിമിന്റെ ആവശ്യമില്ല. മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്ന സർവീസാണ് ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ, ഓതറൈസർ എന്നീ റോളുകൾ മാപ്പ് ചെയ്യേണ്ടത്. മന്ത്ലി സാലറി പ്രിപ്പറേഷന് മാത്രമാണ് ഇങ്ങനെ സാലറി എന്നൊരു ഓപ്ഷൻ ജനറൽ ഫീച്ചേഴ്സിൽ ലഭ്യമാവുക. സ്ക്രീനിൽ കാണുന്ന പ്രോസസ്സാണ് സാലറിയുടെ പ്രോസസ്സ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെരിഫയർ ഓപ്ഷണലാണ്. മുനിസിപ്പാലിറ്റിയിൽ OVA പ്രോസസ് ഉണ്ട് പേയ്മെന്റിൽ. അപ്പൊ നമ്മൾ മന്ത്ലി സാലറിയുടെ പ്രോസസ്സ് ക്ലിയർ ആയി വിചാരിക്കുന്നു.
ഇനി റിക്കവറി പ്രോസസ് ചെയ്യാം. റിക്കവറി പേയ്മെന്റിന്റെ പ്രോസസ് എന്ന് പറയുന്നത് സാലറിയുമായി ബന്ധപ്പെട്ട സെയിം ഫ്ലോ തന്നെയാണ്. മന്ത്ലി സാലറി പ്രിപ്പറേഷനും റിക്കവറി പേയ്മെന്റിനും മാത്രമാണ് നിലവിൽ ക്ലെയിം ഇല്ലാതെ നേരിട്ട് പേയ്മെന്റ് ഓർഡർ ജനറേഷനും പേയ്മെന്റും ചെയ്യാൻ കഴിയുക. അപ്പൊ എങ്ങനെയാണ് റിക്കവറി പേയ്മെന്റ് പ്രോസസ് ചെയ്യുക? ആദ്യമായി സർവീസസ് എന്ന മെനുവിൽ നിന്നും ഒരു ഫയൽ അറൈസ് ചെയ്യുക. സർവീസിന്റെ പേര് റിക്കവറി പേയ്മെന്റ്. ആർക്കാണോ ഫയൽ മാപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ ലോഗിനിൽ എത്തുമെന്ന കാര്യം എല്ലാവർക്കും അറിയാം. റിക്കവറി പേയ്മെന്റ് എന്നൊരു ഫയൽ അറൈസ് ചെയ്തു. അത്തരത്തിലുള്ള ഫയൽ മാപ്പ് ചെയ്ത സ്റ്റാഫിന്റെ ലോഗിനിൽ എത്തിയതായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നും ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ജനറൽ ഫീച്ചേഴ്സ് മെനുവിൽ നിന്നും ഫിനാൻസ് എന്ന മെനുവിൽ നിന്നും റിക്കവറി പേയ്മെന്റ് എന്ന മെനു സെലക്ട് ചെയ്യുന്നു. ഏത് ഫണ്ട് സെലക്ട് ചെയ്യുന്നു. ട്രാൻസാക്ഷൻ ടൈപ്പ്, അവിടെ എംപ്ലോയി റിലേറ്റഡ് റിക്കവറി, അതായത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട റിക്കവറി ഓപ്ഷൻ ഉണ്ട്. ലോൺസ് റീപേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റിക്കവറി ഉണ്ട്. റെമിറ്റൻസ് TDS എന്ന റിക്കവറി ഉണ്ട്. നിലവിൽ നമ്മൾ റിക്കവറി ചെയ്ത എംപ്ലോയി റിലേറ്റഡ് റിക്കവറി തന്നെ എടുക്കാം. ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നിവ സെലക്ട് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഇയർ, മന്ത് സെലക്ട് ചെയ്തു. അക്കൗണ്ട് ഹെഡ് നമ്മൾ പിടിച്ചത് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് സെലക്ട് ചെയ്തപ്പോൾ 2000 രൂപ നമ്മൾ പിടിച്ചത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുൻപ് പിടിച്ച റിക്കവറീസും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുമിച്ച് സെലക്ട് ചെയ്ത് റിക്കവറി ചെയ്യാനും കഴിയുന്നതാണ്. ഇനി നമ്മൾ പിടിച്ച റിക്കവറി എന്ന് പറയുന്നത് എംപ്ലോയി റിലേറ്റഡ് റിക്കവറിയിൽ തന്നെ NPSന്റെ റിക്കവറിയാണ്. NPS സെലക്ട് ചെയ്തു. എംപ്ലോയി ഷെയർ നമ്മൾ പിടിച്ച 3000 അവിടെ വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എംപ്ലോയർ ഷെയർ കൂടി നമുക്ക് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എംപ്ലോയി ഷെയർ പിടിച്ചാൽ തന്നെ എംപ്ലോയർ ഷെയർ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന രീതിയിലാണ് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എംപ്ലോയീസ് ലയബിലിറ്റി പെൻഷൻ കോൺട്രിബ്യൂഷൻ സെലക്ട് ചെയ്തു. സെയിം ഹെഡിൽ തന്നെ 3000 രൂപ കൂടി റിക്കവറി ഓട്ടോമാറ്റിക്കായി വന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആഡ് ബട്ടൺ കൊടുക്കുന്നു. ഇത്തരത്തിൽ ഏതൊക്കെ റിക്കവറി വേണമെങ്കിലും എത്ര വേണമെങ്കിലും പിടിച്ചത് ഈ ഒരൊറ്റ ഫയലിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതും ഒരൊറ്റ പേയ്മെന്റ് പ്രോസസ് വഴി പ്രോസസ് ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇനി പേ ഡീറ്റെയിൽസ് എന്ന മെനു സെലക്ട് ചെയ്യുന്നു. അടയ്ക്കുന്ന വിവരങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ വിവരങ്ങൾ, ഇത് എവിടേക്കാണ് ഈ പേയ്മെന്റ് അടയ്ക്കുന്നത്. ട്രഷറി ആണെങ്കിൽ ട്രഷറിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, KSFE ആണ് KSFEയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ എത്ര പേ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഈ സ്ക്രീനിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും എന്നത് റിക്കവറി പേയ്മെന്റിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം റിക്കവറികൾ ഒറ്റ ഫയലിൽ ഇത്തരത്തിൽ പ്രോസസ് ചെയ്യാൻ കഴിയുന്നതാണ്. സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി സാധാരണ പോലെ തന്നെ ഓപ്പറേറ്റർ അയക്കുന്ന ഈ പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്യുന്നു. അപ്രൂവർ അപ്രൂവ് ചെയ്യുന്നു. ഓതറൈസർ ഓതറൈസ് ചെയ്യുന്നു. ശേഷം പേയ്മെന്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ സാലറി പേയ്മെന്റ് പ്രോസസ്സും റിക്കവറി പേയ്മെന്റ് പ്രോസസ്സും K-സ്മാർട്ടിൽ വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലെയിം ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന 2 സർവീസ്, ഒന്ന് മന്ത്ലി സാലറി പ്രിപ്പറേഷൻ, റിക്കവറി പേയ്മെന്റ് പ്രോസസ്. എല്ലാവർക്കും എങ്ങനെയാണ് സാലറി പേയ്മെന്റ് പ്രോസസ് ചെയ്തത്, അതുപോലെ തന്നെ റിക്കവറിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ K-സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നതുവരെ ബൈ.